യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതലുള്ള വാക്യത്തിൽ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കത് കേൾക്കാം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. പുതുതായി ജനിച്ചവർക്കാണ് പുതിയ ജീവിതം, പുതുതായി ജനിച്ചവർക്കാണ് പുതിയ അനുഗ്രഹം, പുതുതായി ജനിച്ചവർക്കാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ പുതിയ ശക്തി. എങ്ങനെയാണ് പുതുതായി ജനിക്കുന്നത്? ഹല്ലേലൂയ. 1 പത്രോസ് 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. 1 പത്രോസ് 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? വായിക്കാം, നിങ്ങൾ വായിച്ചോ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. എങ്ങനെയാണ് വീണ്ടും ജനനം ഉണ്ടാകുന്നത്? എങ്ങനെയാണ്? നിക്കോദിമോസിനോട് യേശു പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. ഓക്കെ, എങ്ങനെയാ വീണ്ടും ജനിക്കുന്നത്? വീണ്ടും ജനിച്ചില്ലെങ്കിൽ എവിടെ കടക്കത്തില്ല? ഉറക്കെ പറ. ദൈവരാജ്യത്തിൽ. എന്താ ദൈവരാജ്യം? ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എത്ര പേർക്ക് വേണം? നീതീകരിക്കപ്പെടുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? സമാധാനമുള്ള ജീവിതം നയിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഇതെല്ലാം സുലഭമായി ലഭിക്കുന്ന ഇടമാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ അതിന്റെ ആദ്യത്തെ പടിയാണ് വീണ്ടും ജനിക്കുക. സാധാരണ മനുഷ്യരെ പോലെ ചീത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ജഡീക ജീവിതം നയിക്കുന്ന, വഴക്കുണ്ടാക്കുന്ന, കോപിക്കുന്ന സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച നമ്മൾ അസാധാരണമായൊരു സ്വഭാവത്തിന് ഉടമകളാകാൻ വിശുദ്ധ ബൈബിൾ പറയുന്ന ആദ്യത്തെ പ്രൊസീജിയർ ഇതാണ്: വീണ്ടും ജനനം പ്രാപിക്കുക. ആ വീണ്ടും ജനനം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ, വായിക്കാം, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലനായ യാക്കോബും കർത്താവിന്റെ വചനത്തെ ഒരു കണ്ണാടിയോട് കൂടെയാണ് ഉപമിച്ചിരിക്കുന്നത്. നോക്കി, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. നിങ്ങൾ വചനം കേട്ട് നിങ്ങൾ അതിനെ ചെയ്യുന്നവരായിരിക്കുവീൻ. അത് ചെയ്യാത്ത മനുഷ്യൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന മനുഷ്യനോട് ഒക്കുന്നു. അപ്പോൾ യാക്കോബ് ദൈവത്തിന്റെ വചനത്തെ കണ്ണാടിയോട് കൂടെ ഉപമിക്കുന്നു, അല്ലേ? കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 13:12 വായിച്ചേ. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. പൗലോസും ദൈവത്തിന്റെ വചനത്തെ എന്തിനോട് ഉപമിക്കുന്നു? ഉറക്കെ പറ. കണ്ണാടിയോട് ഉപമിക്കുന്നു. യാക്കോബ് അപ്പോസ്തലനും ദൈവവചനത്തെ എന്തിനോട് ഉപമിക്കുന്നു? കണ്ണാടിയോട് ഉപമിക്കുന്നു. പൗലോസ് പറയുന്നു, ഇപ്പോൾ നാം അവനെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോഴോ നാം അവനെ മുഖാമുഖമായി കാണും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ, യേശു ചെയ്ത അത്ഭുതങ്ങളെ, അല്ലെങ്കിൽ യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന യാഥാർത്ഥ്യത്തെ, മാറ്റമില്ലാത്ത സത്യങ്ങളെ നമ്മൾ കാണുന്നത്, വായിക്കുന്നത്, കേൾക്കുന്നത് ദൈവവചനം എന്ന കണ്ണാടിയിലൂടെയാണ്. ഈ വചനത്തെ പൗലോസ് എന്നെ പറഞ്ഞു, ഇപ്പോൾ നാം അവനെ കണ്ണാടിയിൽ എന്ന് പറഞ്ഞ്, ഇപ്പോൾ നാം യേശുവിനെ ദൈവവചനം എന്ന കണ്ണാടിയിലൂടെ കാണുന്നു. എന്നാൽ പൗലോസ് പറഞ്ഞു, ഇപ്പോൾ ദൈവവചനം എന്ന കണ്ണാടിയിലൂടെ നാം കണ്ട, കടമൊഴിയായി കണ്ട യേശുവിനെ ഒരു ദിവസം നമ്മൾ മുഖാമുഖമായി കാണും. ഓ, ആ പ്രത്യാശ ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കർത്താവിനെ, ഈ യേശുവിനെ നമ്മൾ ഒരു ദിവസം മുഖാമുഖമായി കാണും. അപ്പോൾ യാക്കോബും പൗലോസും വചനത്തെ എന്തിനോട് ഉപമിക്കുന്നു? കണ്ണാടിയോട്. ഓക്കെ, എന്തുവായി കണ്ണാടി? ഇന്ന് രാവിലെ മീറ്റിങ്ങിന് വന്നപ്പോൾ കണ്ണാടി നോക്കി എത്ര പേരുണ്ട്? എന്തിനാണ് നിങ്ങൾ കണ്ണാടി നോക്കിയത്? കണ്ണാടി നോക്കുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കാനല്ല, ഉള്ളത്, നിലവിലുള്ളത് ക്രമീകരിക്കാൻ.
നിലവിലുള്ള മുടി എന്ത് ചെയ്യാൻ? ക്രമീകരിക്കാൻ. നിലവിൽ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ത് ചെയ്യാൻ? ക്രമീകരിക്കാൻ. അപ്പൊ കണ്ണാടി എന്നെ നോക്കുന്നത്, കണ്ണാടി എന്നെ എന്ത് ചെയ്യുന്നു? എന്നെ കണ്ണാടി ഒരു ഓർഡർ ആക്കുന്നു, എന്നെ ക്രമീകരിക്കുന്നു. അഴുക്കുണ്ടെങ്കിൽ അത് മാറ്റുന്നു, വല്ലാതിരിക്കുന്നെങ്കിൽ അത് കാണിച്ചു തരുന്നു. കണ്ണാടി എന്നെ ഷേപ്പുള്ള ഒരു വ്യക്തിയാക്കി ഒരു ക്രമീകരണം കണ്ണാടി എന്നിൽ കൊണ്ടുവരുന്നു. ഓക്കെ, ദൈവവചനവും ഇത് തന്നെയാണ് ചെയ്യുന്നത്. എത്ര പരാജയപ്പെട്ടവനെയും, എത്ര മഹാപാപിയെയും, എത്ര തകർന്നവനെയും, എത്ര പൊളിഞ്ഞ കുടുംബജീവിതത്തെയും ഈ കർത്താവിന്റെ വചനം ക്രമീകരിക്കുന്നു. കരങ്ങളൊന്ന് അടിച്ച് ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്താട്ടെ. ഈ വചനമായ എന്റെ ജീവിതത്തെ ക്രമീകരിച്ചതെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? എന്റെ ജീവിതത്തിൽ ഒരു ക്രമം, ഒരു ഓർഡർ, ഒരു ഗോഡ്ലി ഓർഡർ കൊണ്ടുവന്ന ദൈവവചനമാണെന്ന്. അതുകൊണ്ടാണ് ദൈവവചനം വായിക്കണമെന്നും എന്നും ഈ കണ്ണാടിയിൽ, ദൈവവചനമാകുന്ന കണ്ണാടിയിൽ, ഞാൻ സത്യം പറയാം, ദൈവവചനമാകുന്ന കണ്ണാടിയിലോട്ട് നമ്മൾ നോക്കുമ്പോഴാണ് നമ്മളിലെ കുറവുകൾ നമ്മൾ കാണുന്നത്. ദൈവവചനമാകുന്ന കണ്ണാടിയിലോട്ട് നമ്മൾ നോക്കുമ്പോഴാണ് നമ്മൾ എവിടൊക്കെ ക്രമീകരിക്കപ്പെടണമെന്ന് ഈ കണ്ണാടി പറഞ്ഞു തരുന്നത്. അത് നോക്കി നമ്മളെ അങ്ങ് ഷേപ്പ് ചെയ്യാമെങ്കിൽ നമ്മളെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി ലോകത്ത് കാണത്തില്ല. കണ്ണാടിയുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ആ കണ്ണാടിയിൽ ഒരു വിശ്വാസമുണ്ട്. ഞാൻ മുഖം നോക്കുന്ന ആ കണ്ണാടിയിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് എന്നെ തന്നെ കാണിക്കത്തുള്ളൂ, അത് കള്ളത്തരം പറയത്തില്ല, അത് ഉറപ്പാ. ഞാൻ കാണുന്നത് തന്നെ. ഓക്കെ, അപ്പൊ ഈ പൊട്ടിപ്പോകുന്ന 500 രൂപ, 100 രൂപ, 1000 രൂപ വിലയുള്ള ഈ പൊട്ടിപ്പോകുന്ന കണ്ണാടിയെ നിങ്ങൾക്ക് ഇത്രയും വിശ്വാസമാണെങ്കിൽ അതിനേക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ് ജീവനുള്ള ദൈവത്തിന്റെ വചനം. അതിനേക്കാൾ ആശ്രയിക്കാൻ കൊള്ളാവുന്നതാണ് ജീവനുള്ള ദൈവത്തിന്റെ വചനം. ഈ കണ്ണാടി നിങ്ങളെ ചതിക്കത്തില്ല എന്നുണ്ടെങ്കിൽ യാക്കോബും പൗലോസും പറയുന്നു, ഈ വചനത്തിൽ വിശ്വസിച്ചവരെ ആരെയും ദൈവം ചീറ്റ് ചെയ്തിട്ടില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രിയിൽ, പകലിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം. ദൈവത്തിന്റെ മക്കളായി മാറണമെങ്കിൽ വീണ്ടും ജനിക്കണം. നിങ്ങളിപ്പോ ഡൗട്ട് അടിച്ചിരിക്കുന്ന പോലെ ഇതേ ഡൗട്ട് നിക്കോദീമോസിന് വന്നു. പുള്ളി ചോദിച്ചു, ഗുരുവേ, നീ പറയുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല, വീണ്ടും ജനിക്കണമെന്നോ? ഇനി ഞാൻ ഈ വൃദ്ധനായ ഞാൻ, അപ്പൊ പുള്ളി വൃദ്ധനായിരുന്നു, ഈ വൃദ്ധനായ ഞാൻ ഇനി ഒന്നും കൂടെ അമ്മയുടെ വയറ്റിൽ കിടക്കണമെന്നാണോ നീ പറയുന്നത്? അപ്പൊ അമ്മയുടെ വയറ്റിൽ, ഗർഭപാത്രത്തിൽ കിടന്ന ആ ഒരു ജനനത്തെ കുറിച്ചേ മനുഷ്യർക്ക് അറിയത്തുള്ളൂ. എന്നാൽ ഇതാ ഒരു പുതിയ ജനനത്തെ കുറിച്ച് യേശു പറയുന്നു. ആ പാസേജ് ഒന്ന് വായിക്കാമോ പാസ്റ്ററെ? അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. മുകളിലത്തെ വാക്യം ഞാൻ പറഞ്ഞത് നിക്കോദീമോസ് എന്താണ് യേശുവിനോട് പറഞ്ഞത്? നിക്കോദീമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? മനുഷ്യൻ വൃദ്ധനായ ശേഷം ഇനി ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. രണ്ടാമതും ഇനി ഞാൻ എന്റെ അമ്മയുടെ വയറ്റിൽ കിടക്കണമെന്നാണോ നീ പറയുന്നേ? അപ്പൊ യേശു എന്താ മറുപടി പറഞ്ഞേ? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. എല്ലാവരും പറഞ്ഞേ, ആത്മാവിൽ ഉണ്ടാകുന്ന ജനനം. പത്രോസ് പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. ഓക്കെ, കെടുന്ന ബീജത്താലല്ല. ആ വാക്ക് ഓരോന്നും എടുത്ത് സ്റ്റഡി ചെയ്യണം. കെടുന്ന ബീജത്താലല്ല. ഒരു പുരുഷ ബീജം നിമിത്തമാണ് ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുന്നത്. എന്താണ് ആ പുരുഷ ബീജം നിമിത്തം ജനിക്കുന്ന കുഞ്ഞിന്റെ പ്രത്യേകത? ആ ജീവിതം ഒരിക്കൽ കെട്ടുപോകുന്നതാണ്. 70-ാമത്തെ വയസ്സിൽ, 80-ാമത്തെ വയസ്സിൽ, 60-ാമത്തെ വയസ്സിൽ, പോട്ടെ 120-ാമത്തെ വയസ്സിൽ, എന്നെങ്കിലും ഒരിക്കൽ ആ ജീവിതം ഈ ഭൂമിയിൽ, ആ പുരുഷ ബീജത്താൽ ഉണ്ടായ ആ ശരീരം ഈ ഭൂമിയിൽ കെട്ടുപോകുന്നതാണ്. എന്നാൽ കെട്ടുപോകാത്തൊരു ബീജത്തെ കുറിച്ച് പറയുന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഓക്കെ, ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചപ്പോൾ യേശു എവിടെയാണ് വന്നത്?
എല്ലാ ആൾക്കാരും പറയുന്ന ഉത്തരം 98% ദൈവം വന്നത് എൻ്റെ ഹൃദയത്തിലാണ്. നിങ്ങളുടെ കൈ ഇങ്ങനെ ഒന്ന് പിടിച്ചേ, ഒന്ന് നോക്കിയത്. ഇത്രയുള്ള ആ സാധനം, നിങ്ങളിപ്പോൾ പറഞ്ഞ സാധനം, ഈ ഹൃദയം എന്ന് പറഞ്ഞത്, ഈ ബീറ്റ് ചെയ്യുന്നത് അകത്തിരുന്ന്, ഇത് ഈ ഒരു മാംസ കഷ്ണത്തിലാണോ ദൈവം വന്നത്? മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്. മനുഷ്യ ജീവിതത്തിൽ 3 പാർട്ടുകളുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. ദേഹം എന്ന് പറയുന്നതാണ് ഈ പുറത്ത് കാണുന്ന ഈ സാധനം, ഈ സ്കിൻ. ദേഹി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? മനോവികാര ഇച്ഛ, മനോവികാര ഇച്ഛാ മണ്ഡലങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് ദേഹി. ഇതിനകത്തിരിക്കുന്ന ഒരു യഥാർത്ഥ വ്യക്തിത്വമുണ്ട്, ആ വ്യക്തിത്വമാണ് ആത്മാവ്. ഈ ദേഹത്തെ ദൈവം എടുത്തത് മണ്ണിൽ നിന്നാണ്. ദിസ് ഈസ് മേഡ് ബൈ എർത്ത്. ഇതിനെ എവിടുന്ന എടുത്തേ? ഇത് എവിടേക്ക് തിരിച്ചു പോകും? മണ്ണിലേക്ക് തിരിച്ചു പോകും. എന്നാൽ അകത്തിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് മണ്ണിൽ നിന്ന് എടുത്തതല്ല, ആ ആത്മാവ് വിണ്ണിൽ നിന്ന് വന്നതാണ്. ആ ആത്മാവിലാണ് ദൈവത്തിന്റെ ജീവനുള്ളത്. ആദത്തെ ദൈവം മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. കണ്ണുണ്ടാക്കി, വായുണ്ടാക്കി, കാലുണ്ടാക്കി, സകല ഒരു പുരുഷന് വേണ്ടുന്ന എല്ലാ അവയവങ്ങളും അവനിൽ ഉണ്ടാക്കി. പക്ഷെ അവനിൽ ജീവനില്ലായിരുന്നു. അപ്പോൾ യഹോവയാകുന്ന ദൈവം അവന്റെ മൂക്കിൽ ഊതി ജീവശ്വാസം അവനിലേക്ക് ഊതി. അപ്പൊ ദൈവത്തിന്റെ ജീവൻ അവനിലേക്ക് കടന്നു. ആ ജീവനാണ് അവന്റെ ആത്മാവ്. ഓ മൈ ഗോഡ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുന്നത് നമ്മുടെ ജഡശരീരത്തിലേക്കല്ല. ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുന്നത് നമ്മുടെ ആത്മാവിലേക്കാണ്. യേശു കടന്നു വരുന്നത് നമ്മുടെ ആത്മാവിലേക്കാണ്. കാരണം ദൈവം ആത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒരു ശമരിയക്കാരി സ്ത്രീയോട് യേശു പറയുന്നു, സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു. ദൈവം ആത്മാവാകുന്നു. ഗോഡ് ഈസ് സ്പിരിറ്റ്. ഓ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? ഞാൻ ആ എക്സാമ്പിൾ വീണ്ടും പറഞ്ഞേ പറ്റൂ. ഞാൻ ഇനി എഴുന്നേറ്റ് വാ. കം, ഇവിടെ നിന്നോ, ഇവിടെ നിന്നോ, അവിടെ നോക്കി നിന്നു. ദൈവത്തിന്റെ ആത്മാവ്. ഓക്കെ, ഗോഡ് ഈസ് സ്റ്റിൽ ഇൻ ദ ത്രോൺ. ദൈവം എവിടെ ഇരിക്കുന്നേ? സിംഹാസനത്തിൽ. സ്വർഗം അവന്റെ സിംഹാസനം. എന്തെങ്കിലുമൊക്കെ പറ, നിങ്ങൾക്ക് അറിയാവുന്നൊക്കെ പറഞ്ഞോ. സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ഓക്കെ, ദൈവം എവിടെ ഉണ്ട്? സിംഹാസനത്തിലുണ്ട്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധ ബൈബിളിലെ പല പാസേജുകൾ പഠിക്കുമ്പോൾ ഒരു സത്യം നമുക്ക് മനസ്സിലാകുന്നു. ദൈവം സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവന്റെ ആത്മാവ് എല്ലാവരും പ്രവർത്തിക്കുന്നു. ഗോ there, go. Danny, you stay there, you go. See, എല്ലാവരും എന്നെ നോക്കിയേ, ഇത് പഠിക്കണം നിങ്ങൾ. ദൈവം ഇപ്പൊ എവിടെ ഉണ്ട്? സിംഹാസനത്തിലുണ്ട്. അവന്റെ ആത്മാവ് എല്ലാവരും. ദൈവം സിംഹാസനത്തിൽ ഇരുന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ ആത്മാവ് വെള്ളത്തിനു മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. Listen to me. God is still in the throne. ദൈവ സിംഹാസനത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ അവന്റെ ആത്മാവ് എല്ലായിടും പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അവന്റെ ആത്മാവ് എല്ലായിടും പ്രവർത്തിക്കുമ്പോൾ അവനായി ജനത്തെ ആത്മാവ് ഒരുക്കുന്നു. അവൻ ആരാധനയ്ക്കായി ജനത്തെ ഒരുക്കുന്നു, ശുശ്രൂഷയ്ക്കായി ഒരുക്കുന്നു, ദൈവത്തെ ആരാധിക്കാനായി ഒരുക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരുക്കുന്നു. നോക്കിയേ, അവന്റെ ആത്മാവ് ഓടി നടന്ന എല്ലായിടത്തും അവനായി ജനത്തെ ഒരുക്കുമ്പോൾ, ആ ജനം ദൈവത്തെ ആരാധിക്കുമ്പോൾ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം ആരാധന സ്വീകരിക്കുന്നു. ആത്മാവിലാണ് 5 സെൻസസ് ഉള്ളത്. പഞ്ചേന്ദ്രിയങ്ങൾ: സ്പർശിക്കാൻ, തൊടാൻ, കേൾക്കാൻ, എല്ലാ സെൻസുകളും ഉള്ളത് ആത്മാവിലാണ്. ഇങ്ങോട്ട് നോക്കിയേ, അതുകൊണ്ടാണ് ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയി കഴിയുമ്പോൾ ഈ ശരീരം നിർജീവമാകുന്നത്. കാരണം ആത്മാവിലാണ് ജീവനുള്ളത്.
കമോൺ 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 കമോൺ. ഇതങ്ങോട്ട് അകത്തോട്ട് കത്തിയാൽ ഇനി നിങ്ങൾ പരാജിത. ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു, യു വിൽ നെവർ ബി ദ സെയിം അഗെയിൻ. നിങ്ങൾ പഴയതുപോലെ ആയിരിക്കത്തില്ല. ഹല്ലേലൂയ. ഇനി ആരെടുത്തും എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ പോകത്തില്ല. നിങ്ങൾ കൈവെക്കുമ്പോൾ സൗഖ്യങ്ങൾ നടക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളിലൂടെ വിടുതലുകൾ നടക്കും. നിങ്ങൾ ആള് മാറിയവരെ പോലെയാകും. ആത്മാവിലാണ് ഇതെല്ലാം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഒരു മനുഷ്യന്റെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന്, ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് ദൈവം വെച്ച സ്ഥലത്തേക്ക് പോകുമ്പോൾ അവന്റെ കണ്ണുകൾ പിന്നെ പ്രവർത്തിക്കുന്നില്ല, അവന്റെ നാവ് പിന്നെ പ്രവർത്തിക്കുന്നില്ല, അവന്റെ അവയവങ്ങൾ പിന്നെ പ്രവർത്തിക്കുന്നില്ല. അവന് പിന്നെ രുചി അറിയില്ല, അവന് പിന്നെ മണമറിയില്ല, അവന് പിന്നെ കേൾവിയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ആത്മാവിലാണ് ദൈവത്തിന്റെ ജീവനുള്ളത്. ഈ ആത്മാവിന്റെ പ്രത്യേകത നിങ്ങൾ കേട്ടോണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളെ ഇത് പഠിപ്പിക്കാൻ ഞാനൊരു അധ്യായത്തിലോട്ട് കൊണ്ടുപോകാം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യം. യെസ്. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും എന്നെ നോക്കി. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. യേശു എന്താ പറഞ്ഞ്? കർത്താവ് യേശു ക്രിസ്തു ഓരോ കാര്യം പറയുമ്പോൾ യേശു പറയുന്ന ഓരോ വാക്കും കറക്റ്റാ. നിങ്ങളിൽ ഒരാൾക്ക് 10 ആട് ഉണ്ടെന്നിരിക്കട്ടെ, 10 ആട് ഉണ്ടെന്നിരിക്കട്ടെ, ഒരു സ്ത്രീയുടെ കയ്യിൽ 10 ദ്രഹ്മനാണയം ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ യേശു പലതും പറഞ്ഞുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടെന്നിരിക്കട്ടെ എന്നല്ല, ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു യേശു പറഞ്ഞ ഉണ്ടായിരുന്നു. ദിസ് ഈസ് നോട്ട് എ സ്റ്റോറി, ഇറ്റ്സ് എ റിയാലിറ്റി. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. എന്തായിരുന്നു അവിടുത്തെ പ്രത്യേകത? അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. എല്ലാവരും ഇങ്ങോട്ട് നോക്കി. ധനവാൻ മരിച്ചു അടക്കപ്പെട്ടു, അടക്കി. ലാസർ മരിച്ചു. അവന്റെ ആത്മാവിനെ ദൂതന്മാർ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാന്റെ ആത്മാവ് പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. ഇനി നിങ്ങൾ ഇത് കേട്ടോണം. ഇതിനകത്ത് ഒരു വെളിപ്പാടുകൂടെ ഉണ്ട്. ധനവാന്റെ പേര് ബൈബിളിൽ എഴുതിയിട്ടില്ല, പക്ഷെ അവൻ അടക്കപ്പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവന്റെ കയ്യിൽ പണമില്ലായിരുന്നെങ്കിലും, പ്രതാപമില്ലായിരുന്നെങ്കിലും, പ്രശസ്തി ഇല്ലായിരുന്നെങ്കിലും, ധൂമർ വസ്ത്രവും പട്ടും പൊന്നും ഇല്ലെങ്കിലും ഇവന്റെ പേര് ബൈബിളിലുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവന്റെ പേര് ബൈബിളിലുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, നാം എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും, ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു അർത്ഥവും നമുക്കില്ല. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ധനവാൻ മരിച്ചു, പുള്ളിയെ നല്ല രീതി അടക്കി. ധനവാൻ മരിച്ചു അടക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നത്. അടക്കി. കാരണം പുള്ളിക്ക് കുറെ സഹോദരന്മാർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ധനവാന്റെ സഹോദരന്മാർ ബൈബിൾ എഴുതിയിട്ടുണ്ട്. താഴോട്ട് വരുമ്പോൾ വായിക്കാം. ധനവാൻ അടക്കി. പക്ഷെ 2 പേരുടെ ആത്മാവിനെ മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ദൈവം വെച്ച സ്ഥലത്തേക്ക് ദൂതന്മാർ കൊണ്ടുപോയി. ഒരു കാര്യം കൂടെ കേട്ടോണം. മരിച്ചുപോയ ഒരു മനുഷ്യന്റെ ആത്മാവിന് ഈ ഭൂമിയിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. ഈ ഭൂമിയിൽ നിൽക്കാൻ അവന് അനുവാദമില്ല. ആക്സിഡന്റിൽ മരിച്ചതാകാം, ആത്മഹത്യ ചെയ്തതാകാം, കൊലപാതകമാകാം, എന്തുമാകാം, സ്വാഭാവിക മരണമാകാം, വാർദ്ധക്യ മരണമാകാം. മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് ദൈവം വെച്ച സ്ഥലത്ത് പോയൊക്കത്തുള്ളൂ, കൊണ്ടുപോയിരിക്കും. ഭൂമിയിൽ നിൽക്കാൻ, പിന്നെ ഈ ഭൂമിയിൽ നിന്ന് കറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. ഇത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ മരിച്ചവരുടെ ആത്മാവിന് ഈ ഭൂമിയിൽ യാതൊരു സ്വാതന്ത്ര്യമില്ല. ദൈവം വെച്ച സ്ഥലത്തേക്ക് അവർക്ക് പോയൊക്കത്തുള്ളൂ. അതാണ് സത്യം. ഇനി കേട്ടോ, ലാസറിന്റെ ആത്മാവ് എവിടെ എത്തി? അബ്രഹാമിന്റെ മടിയിൽ, നിത്യതയിൽ. ഹല്ലേലൂയ. ധനവാന്റെ ആത്മാവ് പാതാളത്തിൽ. അപ്പൊ പാതാളത്തിൽ കിടന്ന് ചൂടിനകത്ത്, തീക്കകത്ത്, കെടാത്ത തീയും ചാകാത്ത പുഴുവും. പുഴുവും ചാകത്തില്ല, ഇനി പുള്ളിയും ചാകത്തില്ല, ആത്മാവിന് മരണമില്ല. എന്നാൽ പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. ഇപ്പൊ ഈ തീക്കകത്ത് കിടക്കുന്ന ഏതാ? ധനവാന്റെ ശരീരം അടക്കിയില്ലേ ഭൂമിയിൽ? തീക്കകത്ത് കിടക്കുന്ന എന്തുവാ?
ആത്മാവ്. ലാസറിനെ ഭൂമിയിൽ എവിടോ അടക്കി. അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുന്ന ആരാ? ലാസറിന്റെ ആത്മാവ്. ധനവാന്റെ ആത്മാവ് തീയുടെ ചൂട് അനുഭവിച്ച് പൊളയുന്നു. അപ്പോൾ ആത്മാവിന് ചൂട് അനുഭവിക്കാം. കേട്ടോണം, ലിസൺ ടു മീ. 2, ഈ പാതാളത്തിൽ കിടന്നുകൊണ്ട് നിത്യതയിലിരിക്കുന്ന ധനവാനെ, ലാസറിനെ നോക്കി, ദരിദ്രനെ നോക്കി ഈ ധനവാൻ പറയുകയാണ്, അബ്രഹാം പിതാവേ, ആ ലാസറിന്റെ വിരലിന്റെ അറ്റത്ത് ഇച്ചിരി വെള്ളം മുക്കി എന്റെ നാവിൽ നിന്ന് ഒഴിച്ചതാ, അത്ര പൊള്ളുക. ഇതൊരു ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഈ പാതാളത്തിൽ നരകത്തിൽ കിടന്നുകൊണ്ട് സ്വർഗം കാണാം. അതങ്ങനെ സിസ്റ്റം. നരകത്തിൽ കിടന്ന് നരകമേ കാണാൻ പറ്റത്തുള്ളായിരുന്നു, ഇത് മാത്രമേ ഉള്ളെന്നങ്ങ് വിശ്വസിച്ച് ആശ്വസിക്കായിരുന്നു. ആ കഷ്ടമൊന്ന് ഓർത്തെ. അപ്പൊ ഈ നരകത്തിൽ കിടന്ന്, പാതാളത്തിൽ കിടന്ന് ധനവാൻ സ്വർഗത്തിൽ ആശ്വസിക്കുന്ന ലാസറിനെ, ദരിദ്രനെ കാണുകയാണ്. അപ്പൊ 1, ആത്മാവിന് തീയുടെ ചൂട് അനുഭവിക്കാം, സ്പർശനം അനുഭവിക്കാം. 2, ആത്മാവിന് കാണാം. കേൾക്കുന്നോ ഇതുവല്ലോ? ആത്മാവിന് കാണാം. 3, ആത്മാവാണ് പറഞ്ഞത്, അബ്രഹാം പിതാവേ. അപ്പോ ആത്മാവിന് സംസാരിക്കാം. ആത്മാവിന് കാണാം, ആത്മാവിന് സ്പർശിക്കാം, ആത്മാവിന് സംസാരിക്കാം. 4-ാമത്തെ വിഷയം അവൻ പറയുന്നു, എന്റെ വീട്ടിൽ വേറെ 4 സഹോദരന്മാരുണ്ട്, ലാസറിനെ അങ്ങോട്ട് വിടണം, അവരും എന്നെ പോലെ ഇവിടെ വരാതിരിക്കണം. അപ്പോ വീട്ടിൽ കിടക്കുന്ന സഹോദരന്മാരെ കുറിച്ച് ആത്മാവിന് ഓർമ്മയുണ്ട്. അപ്പോൾ ആത്മാവിന് സ്പർശനം അനുഭവിക്കാം, ആത്മാവിന് കാണാം, ആത്മാവിന് സംസാരിക്കാം, ആത്മാവിന് ഓർമ്മയുണ്ട്. അപ്പോൾ ആത്മാവിലാണ് എല്ലാ കാര്യങ്ങളും ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആത്മാവ് ശരീരം വിട്ടു കഴിയുമ്പോൾ ശരീരം നിർജീവമാകുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് മർക്കോസ് 8:36 പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടുകയും തന്റെ ആത്മാവിനെ അവൻ നഷ്ടമാക്കുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? ഞാനൊരു ഉദാഹരണത്തിലൂടെ അത് തെളിയിക്കാം. ഹല്ലേലൂയ. സാജൻ സുമേഷും, ഓക്കെ. സുമേഷൻ കിടന്നു, തറയിലോട്ട് കിടന്നു. ഓക്കെ. ഇദ്ദേഹം മരിച്ചെന്ന് ചിന്തിക്കുക. അങ്ങനൊന്നും സംഭവിക്കത്തില്ല. പുള്ളി 90-95 വയസ്സ് വരെ ജീവിക്കും. എന്റെ കൂടെ നിൽക്കുന്നു. ഉദാഹരണമാണ് കേട്ടോ, യേശു പറഞ്ഞത്. ഈ നിൽക്കുന്ന സാജന് കണ്ണില്ല. ഇദ്ദേഹത്തിന് ഇപ്പൊ എന്തോ ഉണ്ട്? ആത്മാവുണ്ട്. പറഞ്ഞു, ഇദ്ദേഹത്തിന് ആത്മാവുണ്ട്. ഇവന്റെ എന്താ പോയി? ആത്മാവ് പോയപ്പോ ശരീരം എന്തായി? നിർജീവമായി. ഇദ്ദേഹത്തിന് എന്തോ ഉണ്ട്? കണ്ണുണ്ട്. പക്ഷെ ഇപ്പൊ ഈ കണ്ണിന് കാഴ്ചയുണ്ടോ? ഈ കണ്ണുകൊണ്ട് ഇപ്പൊ പുള്ളിക്ക് കാണാൻ പറ്റുമോ? കാരണം എന്ത് പോയി? ആത്മാവ് പോയി. പക്ഷെ ഇദ്ദേഹം ജീവനോടുണ്ട് ഈ ഭൂമിയിൽ. പക്ഷേ ഇദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയില്ല. 2 കണ്ണും ഇദ്ദേഹത്തിന് ഇല്ല. കേൾക്കുന്ന ശ്രദ്ധിച്ച് കേട്ടോണം. ഇദ്ദേഹത്തിന് 2 കണ്ണുമില്ല, പക്ഷെ ആത്മാവുണ്ട്, ജീവനുണ്ട്. ആത്മാവുള്ളതുകൊണ്ട് എന്തോ ഉണ്ട്? ജീവനുണ്ട്. ഇദ്ദേഹത്തിന് കണ്ണുണ്ട്, പക്ഷെ ആത്മാവ് പോയി. ഇപ്പൊ കണ്ണെന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് 10 മിനിറ്റിനകത്ത് ഈ കണ്ണ് സർജറി ചെയ്ത് ഈ കണ്ണില്ലാത്തവന് പിടിപ്പിച്ചാൽ കാണാൻ പറ്റുമോ? 100% കാണാം. അപ്പൊ കണ്ണിനേക്കാൾ വിലയുള്ളതാണ് ആത്മാവ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിന്റെ കണ്ണ് നിന്റെ ആത്മാവിനെ നരകത്തിൽ കൊണ്ട് ഇടുമെങ്കിൽ ആ ആത്മാവ് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് നിന്റെ കണ്ണിനെ നീ എടുത്തു കളയുന്നതാണ്. അപ്പോൾ കണ്ണിനേക്കാൾ വിലയുള്ളതാണ് ആത്മാവ്. ഈ ആത്മാവിനെ രക്ഷിക്കാനാണ്, ഈ ആത്മാവിനെ വീണ്ടെടുക്കാനാണ് പിതാവ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഓക്കെ. നിങ്ങളുടെ ആത്മാവിൽ വന്ന ദൈവാത്മാവിൽ സൗഖ്യമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങളുടെ ആത്മാവിൽ വന്ന യേശുവിന്റെ ആത്മാവിൽ ജീവനുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങളുടെ ആത്മാവിൽ വന്ന ദൈവാത്മാവിൽ സമൃദ്ധി ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങളുടെ ആത്മാവിൽ വന്ന ദൈവാത്മാവിൽ ധൈര്യമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ബൈബിൾ പറയുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സുബോധത്തിന്റെയും ധൈര്യത്തിന്റെയും യഹോവ ഭക്തിയുടെ ആത്മാവാണ്. നിങ്ങളുടെ ആത്മാവിൽ വന്ന ആത്മാവിൽ എന്തൊക്കെയുണ്ട്? സൗഖ്യമുണ്ട്, ധൈര്യമുണ്ട്,
സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ദൈവത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവന്റെ ആത്മാവിലുണ്ട്. ആ ആത്മാവാണ് നിങ്ങളിൽ വന്നത്. യു ബിലീവ് ദാറ്റ്? ഓക്കെ. അതിപ്പോ എവിടെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നേ? സ്വന്തം കൈ നെഞ്ചത്തോട്ട് വെച്ച് പറയാം, എന്റെ ആത്മാവിൽ. അവിടെയാണ് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. ഓക്കെ. നിങ്ങളിൽ എത്ര പേർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്? ഓക്കെ. ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് എടുത്തിരിക്കുന്നത്? പണം. എക്സലന്റ് ആൻസർ. വണ്ടർഫുൾ. ഐ അപ്രീഷിയേറ്റ് യു. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നത്? എക്സലന്റ് ആൻസർ. ആവശ്യമുള്ളപ്പം നിക്ഷേപിച്ചിരിക്കുന്നത് എന്തിനാ? ഉറക്കെ പറ. നിക്ഷേപിച്ചിരിക്കുന്നത് എന്തിനാ? ആവശ്യമുള്ളപ്പം എടുക്കാൻ. നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ നിക്ഷേപിക്കപ്പെട്ട ദൈവാത്മാവിൽ സൗഖ്യമുണ്ട്, ജീവനുണ്ട്, സമൃദ്ധിയുണ്ട്, അനുഗ്രഹമുണ്ട്, ധൈര്യമുണ്ട്, വിടുതലുണ്ട്. ഇത് എന്തിനു വേണ്ടി നിക്ഷേപിച്ചിരിക്കുന്നു? Come on. Hallelujah. Hallelujah. നിങ്ങളുടെ ആത്മാവിൽ നിക്ഷേപിച്ചിരിക്കുന്ന സൗഖ്യത്തെ, നിങ്ങളുടെ ആത്മാവിൽ നിക്ഷേപിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവനെ, നിങ്ങളുടെ ആത്മാവിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവിക അനുഗ്രഹത്തെ നിങ്ങളുടെ ആവശ്യമുള്ള മേഖലകളിലേക്ക് നിങ്ങൾ റിലീസ് ചെയ്യുക. വാവ്. നിങ്ങൾ രോഗിയായിരിക്കുന്നോ? ആ രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ കരം വെച്ച് നിങ്ങൾ പറയണം, എൻ്റെ ആത്മാവിൽ നിക്ഷേപിച്ചിരിക്കുന്ന സൗഖ്യത്തെ എൻ്റെ ആ രോഗമുള്ള ഭാഗത്തേക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. പേഴ്സിനകത്ത് പണമില്ലേ, ബാങ്കിൽ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലേ, നിങ്ങളുടെ ആ പേഴ്സ്, നിങ്ങളുടെ ആ ബാങ്കിലെ ബുക്ക്, പാസ്ബുക്ക് എടുത്തിട്ട് പറയണം, എൻ്റെ ആത്മാവിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന സമൃദ്ധിയെ എൻ്റെ ബാങ്കിലേക്ക്, എൻ്റെ സാമ്പത്തിക മേഖലകളിലേക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ, ഇത് ഇസ് വെരി ഇമ്പോർട്ടന്റ്. The Bible says God is my portion. ദൈവം എൻ്റെ ഓഹരിയാണ്. യഹോവ എൻ്റെ, പറഞ്ഞേ, ദൈവം എൻ്റെ ഓഹരിയാണ്. യഹോവ എൻ്റെ ഓഹരിയാണ്. നിങ്ങളുടെ ഓഹരി നിൽക്കുന്ന മാവിലെ മാങ്ങ നിങ്ങൾക്കുള്ളതെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? അങ്ങനെയാണ് യഹോവ നിങ്ങളുടെ ഓഹരിയാണെങ്കിൽ അവനിലുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ് എത്ര പേർക്ക് ഉറപ്പുണ്ട്? Hallelujah. ദൈവത്തെക്കുറിച്ച് പീപ്പിൾ ആർ ഇഗ്നോറന്റ്. എല്ലാവരും ഇഗ്നോറന്റ്. ദൈവത്തെക്കുറിച്ച് പലർക്കും അറിവില്ല. ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പലർക്കും അറിവില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം, ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നാം വീണ്ടും ജനനം പ്രാപിക്കുന്നതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വരുന്നു. നമ്മൾ ക്രിസ്തു കടന്നു വരുന്നു. ഹല്ലേലൂയ. അപ്പോൾ നാം എന്തായി മാറുന്നു? അതാണ് നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത്. താങ്ക് യു ജീസസ്. റീഡ് 2 പത്രോസ് 1:4. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. Might be partakers of his divine nature. See, read that English version, KJV. അവിടെ എഴുതിയിരിക്കുന്ന പദം മലയാളത്തിൽ നാം അവന്റെ ദിവ്യ സ്വഭാവത്തിന്, വായിച്ച പാസ്റ്റർ, അവന്റെ ദിവ്യ സ്വഭാവത്തിന് തീരുവാൻ ഇടവരുന്നു. അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ പാർട്ടേക്കർ എന്ന പദം, പാർട്ടേക്കർ, പാർട്ടേക്കേഴ്സ്. ബോൺ അഗൈൻ ആകുന്നതോടുകൂടെ, യേശുവിനെ സ്വീകരിക്കുന്നതോടുകൂടെ, യേശു ക്രിസ്തുവിലാകുന്നതോടുകൂടെ, that time onwards we have the divine nature of God. നാം അവന്റെ ദിവ്യ സ്വഭാവത്തിന് ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഒരാളേലും ഉണ്ടെങ്കിൽ അവരൊന്ന് വാ തുറക്കണേ. നാം അവന്റെ ദിവ്യ സ്വഭാവത്തിന് എന്താകുന്നു? അപ്പൊ വീണ്ടും ജനനത്തിലൂടെ ദൈവത്തിന്റെ ബീജമാകുന്ന വചനം എന്ന വിത്തന്റെ അകത്ത മനുഷ്യനിൽ വീണ് ദൈവത്തിൽ നിന്നൊരു ജനനം ഉണ്ടാകുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1:12-13. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം നൽകുന്നു. അവർ രക്തത്തിൽ നിന്നല്ല, അവർ ജഡത്തിൽ നിന്നല്ല, അവർ ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ നിങ്ങളെ ഇപ്പോൾ ജനിപ്പിച്ചത് ആരാ? പറ. ദൈവം.
ഒരു കരടി ഒന്നിനെ ജനിപ്പിച്ചാൽ എന്തുമായിരിക്കും? കരടിയായിരിക്കും. ഒരു സിംഹം ഒന്നിനെ ജനിപ്പിച്ചാൽ അത് എന്തുമായിരിക്കും? സിംഹമായിരിക്കും. ഒരു നായ ഒന്നിനെ ജനിപ്പിച്ചാൽ എന്തുമായിരിക്കും? ബുൾഡോഗിന്റെ കുട്ടി തന്നെ ആയിരിക്കും, ബുൾഡോഗ് ആയിരിക്കും. ഹല്ലേലൂയ. ഒരു കുരങ്ങ് ഒന്നിനെ ജനിപ്പിച്ചാൽ അത് കുരങ്ങായിരിക്കും. ഒരു കഴുത ഒന്നിനെ ജനിപ്പിച്ചാൽ അത് കഴുതയായിരിക്കും. ഒരു സിംഹം ഒന്നിനെ ജനിപ്പിച്ചാൽ സിംഹമായിരിക്കും. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അത്ര ജനിച്ചത്. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ ജനിപ്പിച്ചെങ്കിൽ നിങ്ങൾ ആരാണ്? നമ്മൾ ദൈവത്തിൽ നിന്ന് അത്ര ജനിക്കുന്നത്. ദൈവം കരടി ഒന്നിനെ ജനിപ്പിച്ചാൽ കരടിയാകുമെങ്കിൽ, സിംഹം ഒന്നിനെ ജനിപ്പിച്ചാൽ സിംഹമാകുമെങ്കിൽ, നായ ഒന്നിനെ ജനിപ്പിച്ചാൽ നായാകുമെങ്കിൽ, നാം ദൈവത്തിൽ നിന്ന് ജനിച്ചാൽ ദൈവമാണ് നമ്മുടെ പിതാവെങ്കിൽ, അവനിൽ നിന്നാണ് ജനിച്ചെങ്കിൽ നാം ആരാണ്? We are the children of God. Now God is our Father because we are born again. We have the nature of God. We are the partakers. We have the inheritance in Christ. ക്രിസ്തുവിൽ നമുക്ക് അവകാശങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ദൈവഭവനക്കാരാണ്. ദൈവം നിങ്ങളെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരായി മാറുന്നു? നിങ്ങൾ ദൈവഭവനക്കാരാകുന്നു. ആ ദൈവഭവനത്തിൽ ഒരു പിതാവുണ്ട്. ആ പിതാവിന്റെ പേരാണ് സർവശക്തനായ ദൈവം. Now God is our Father. അതുകൊണ്ടാണ് യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പം മോഡൽ ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ മാതൃക, മോഡൽ ഓഫ് പ്രെയർ, ഒരു വാക്ക് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇനി പറയുമ്പോൾ ഇങ്ങനെ പറയണം: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ യേശു അനുവാദം നൽകുന്നു. മോശയ്ക്ക് ഈ അനുവാദം ലഭിച്ചില്ല, മോശയ്ക്ക് ഈ അവസരം ലഭിച്ചില്ല, ഏലിയാവിന് ഈ അവസരം ലഭിച്ചില്ല, പഴയ നിയമ പ്രവാചകന്മാർക്ക് ഈ അവസരം ലഭിച്ചില്ല. ഓ ദൈവമക്കളാകുന്ന നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. Now God is our Father. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ. What a privilege. Wonderful Jesus. ഈ പിതാവിന്റെ ആഗ്രഹം കേട്ടോ. പിതാവ് പറയാ, പിതാവേ എന്ന് വിളിക്കണം. നിങ്ങൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കണം. വീണ്ടും ജന്മം പ്രാപിച്ചവർ, യേശുവിനെ സ്വീകരിച്ചവർ, ദൈവത്തിന്റെ വചനം എന്ന വിത്ത അകത്ത മനുഷ്യനിൽ വീണ്ടും ജനിച്ചവർ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചോണം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ. ഞാൻ മകനാണെങ്കിൽ, ഞാൻ മകളാണെങ്കിൽ എനിക്കൊരു പിതാവുണ്ട്. ആ പിതാവ് എൻ്റെ ദൈവമാ. ഓ മൈ ഗാഡ്. നോക്കുക, പിതാവേ എന്ന് വിളിക്കാൻ മാത്രമല്ല യേശു പറഞ്ഞത്, പിതാവിനോട് നിങ്ങൾ പറയണം, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. ദൈവത്തിന്റെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും നമ്മുടെ ഹൃദയത്തിലെ വാഞ്ചകളും നമ്മുടെ ചിന്തകളുമാണ് പ്രാർത്ഥനാ ശബ്ദങ്ങളായി ഉയരുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു പ്രാർത്ഥിക്കുകയാണ്, യേശു പറയുകയാണ്, പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് സ്വർഗത്തിലെ പോലെ ഞങ്ങൾക്ക് ഭൂമിയിലുമാക്കണം. അപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം, ലിസൺ ടു മീ, ഈസ് എ വെരി ഇമ്പോർട്ടന്റ് റെവലേഷൻ. ദൈവത്തിന്റെ ആഗ്രഹം നാം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ജീവിക്കണം. നാം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. പറഞ്ഞ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. സ്വർഗത്തിൽ നടുവേദന ഇല്ലെങ്കിൽ ഭൂമിയിൽ എനിക്കത് വേണ്ട. സ്വർഗത്തിൽ ക്യാൻസർ ഇല്ലെങ്കിൽ ഭൂമിയിൽ എനിക്കത് വേണ്ട. സ്വർഗത്തിൽ ആർത്രൈറ്റീസ് ഇല്ലെങ്കിൽ ഭൂമിയിൽ എനിക്ക് വേണ്ട. കാരണം എന്റെ ദൈവം പറഞ്ഞത് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. Come on, church. അനധികൃതമായി അകത്ത് പ്രവേശിച്ച ഇരുളിന്റെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ക്യാൻസൽ ചെയ്യാം. സ്വർഗത്തിൽ നിരാശയില്ലെങ്കിൽ എന്നെ ഭൂമിയിൽ നിരാശപ്പെടുത്തുന്ന അന്ധകാര ശക്തിയോട് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, വിട്ടുപോ. Thank you, Lord Jesus. He is responsible for you because you are the member of his household. God is your father. നിങ്ങൾ ദൈവഭവനക്കാരായെങ്കിൽ, ദൈവമാണ്, യേശുവാണ് ഇപ്പോൾ നിങ്ങളുടെ പിതാവെങ്കിൽ, ഈ പിതാവിന് നിങ്ങളെക്കുറിച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതാ യോഹന്നാൻ 6:37 യേശു പറഞ്ഞത്, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു, എന്നിലേക്ക് വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാൾ തള്ളിക്കളയത്തില്ല. ഐ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് പേഴ്സൺ. എൻ്റെ പിതാവ് ഈ ഭൂമിയിൽ എനിക്ക് ജഡത്തിൽ ജന്മം തന്ന പിതാവ് ഈ ഭൂമിയിൽ മരിച്ചെങ്കിൽ, എനിക്ക് ജഡത്തിൽ ജന്മം തന്ന എൻ്റെ അമ്മ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചെങ്കിൽ,
മരിക്കാത്തൊരു പിതാവ് എനിക്കുണ്ട്. മരണമില്ലാത്ത ഒരു പിതാവ് എനിക്കുണ്ട്. എന്നെക്കുറിച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള, എന്നെക്കുറിച്ച് ഉത്തരവാദിത്തമുള്ള ഒരു നല്ലൊരു അപ്പൻ എനിക്കുണ്ട്. ഹല്ലേലൂയ. ചില കണ്ണുകൾ നിറയുന്നത് കാണുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ അകത്തേക്ക് ദൈവത്തിന്റെ സ്നേഹം, ആ പിതാവിന്റെ സ്നേഹം ഇന്ന് പകൽ കവിഞ്ഞൊഴുകുക. ഒരു ക്രിസ്തീയ പാരമ്പര്യം കൊണ്ട് ദൈവം നമ്മുടെ പിതാവാകത്തില്ല. യോഹന്നാൻ ന്യായപ്രമാണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമായ യോഹന്നാൻ സ്നാപകൻ പറയുന്നു, അബ്രഹാം നിങ്ങൾക്ക് പിതാവായി ഉണ്ടെന്ന് പറയാൻ നിങ്ങൾ തുനിയരുത്. അബ്രഹാമാണ് നിങ്ങളുടെ പിതാവെന്ന് നിങ്ങൾ പറയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതികളെ ഉളവാക്കി ഒരുവനുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവൻ. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഈ വെള്ളം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുമ്പോൾ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ദൈവത്തിന്റെ മകനാകുവാൻ, മകളാകുവാൻ നാം വീണ്ടും ജനനം പ്രാപിക്കുക. ദൈവത്തിന് മക്കളെ ഉള്ളൂ, ദൈവത്തിന് കൊച്ചുമക്കളില്ല. എൻ്റെ അപ്പനും അമ്മയും വീണ്ടും ജനനം പ്രാപിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ മകനാകണമെന്നില്ല. രക്ഷ വ്യക്തിപരമാണ്, വീണ്ടും ജനനം വ്യക്തിപരമാണ്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ. കൊലോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 12 and 13. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. 2 വാക്യങ്ങൾ. ഫസ്റ്റ് വൺ ഈസ്, നമ്മൾ എവിടെ നിന്നേ? പത്രോസ് പറയുന്നു, നാം വീണ്ടും ജനനം പ്രാപിക്കുന്നതിലൂടെ നാം അവന്റെ ദിവ്യ സ്വഭാവത്തിന് അവകാശികളാകുന്നു. Now we have the divine nature of God. വീണ്ടും ജനനം പ്രാപിച്ചാൽ ഓർക്കണം, കരടി ഒന്നിനെ ജനിപ്പിച്ചാൽ എന്തുമായിരിക്കും? സിംഹം ഒന്നിനെ ജനിപ്പിച്ചാൽ, നായ ഒന്നിനെ ജനിപ്പിച്ചാൽ നായായിരിക്കും. സിംഹമാണ് ജനിപ്പിച്ചതെങ്കിൽ അത് ഗർജിക്കും, നായാണ് ജനിപ്പിച്ചതെങ്കിൽ അത് കുരയ്ക്കും. അപ്പോൾ ആരാണോ നമ്മളെ ജനിപ്പിക്കുന്നത് ആ നേച്ചർ നമ്മളിൽ ഉണ്ടാവും. പത്രോസ് പറയുന്നു, ഇപ്പോൾ നാം അവന്റെ ദിവ്യ സ്വഭാവത്തിന് അവകാശികളാകുന്നു. Now we have the divine nature of God. നോക്കുക, വീണ്ടും ജനനം, born again ആയവർ കൈകൾ ഉയർത്തിയേ. വീണ്ടും ജനനം പ്രാപിച്ചവർ, you have the divine nature of God. എന്താണ് ദൈവത്തിന്റെ നേച്ചർ? ദൈവത്തിന്റെ നേച്ചർ എന്താണ്? പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടുന്നതാണോ ദൈവത്തിന്റെ നേച്ചർ? പ്രശ്നങ്ങളെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നതാണോ ദൈവത്തിന്റെ നേച്ചർ? ആർത്തു വിളിക്കുന്ന കടലിനെയും തിരകളെയും കാണുമ്പോൾ അയ്യോ തീർന്നെന്ന് പറയുന്നതാണോ ദൈവത്തിന്റെ നേച്ചർ? ആ പ്രതിസന്ധികളുടെ മുകളിലൂടെ നടക്കുന്നതാണ് ദൈവത്തിന്റെ നേച്ചർ. ആ നേച്ചറാണ് ഇപ്പോൾ നിങ്ങളിൽ ദൈവം വിട്ടിരിക്കുന്നത്. പ്രശ്നങ്ങളെ കാണുമ്പോൾ പേടിക്കുന്ന നേച്ചർ അല്ല ദൈവത്തിൻ്റെത്. ദൈവം യാചിക്കാറില്ല, ദൈവം കൽപ്പിക്കാറേ ഉള്ളൂ. ആ നേച്ചറാണ് ഇപ്പോൾ നമ്മളിൽ. നമ്മൾ യാചകരല്ല, നാം കൽപ്പിക്കുന്നവരാണ്. വണ്ടർഫുൾ. അവൻ സൗമ്യതയുള്ളവനാണ്, അതവന്റെ നേച്ചറാണ്. അവൻ വിധേയത്വമുള്ളതാണ്, അതവന്റെ നേച്ചറാണ്. അവൻ ക്ഷമിക്കുന്നവനാണ്, അതവന്റെ നേച്ചറാണ്. ഈ നേച്ചർ എല്ലാം ബോൺ അഗൈൻ ആയ ഒരു വ്യക്തിയിൽ ഉണ്ടാകണം. കാരണം അവന്റെ വിത്താണ് നിങ്ങളിൽ വസിക്കുന്നത്. ഈ പിശാച് എന്ന് പറയുന്ന ആളും ഒരു സ്പിരിറ്റാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ കൊമ്പും വാലും കോട്ടും ഒക്കെ ഇട്ട് വരുന്ന ആളല്ല പിശാച്. സ്പിരിറ്റ്. പിശാചിന് ശരീരമില്ല. ഒരിക്കൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർ അടുത്തോട്ട് നടന്നു വരുന്ന സമയത്ത് ശിഷ്യന്മാർ പറഞ്ഞു, ഭൂതം വരുന്നു, ഭൂതം. യേശു പറഞ്ഞു, നോ 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 നോ. ഭൂതത്തിന് എന്നെ പോലെ ശരീരമില്ലല്ലോ. ഭൂതത്തിന് എന്നെ പോലെ അവയവങ്ങളില്ലല്ലോ. സാത്താൻ ഒരു സ്പിരിറ്റാണ്, ദുരാത്മാവാണ്. സ്പിരിറ്റ്. പിശാച് സാരി എടുത്ത് വരും, പിശാച് മുണ്ടും ഷർട്ടും ഇട്ട് വരും. എന്നാ മിണ്ടാത്തെ? പിശാച് ചുരിദാർ ഇട്ട് വരും. വീട്ടിൽ സമാധാനമായിട്ടിരുന്നപ്പോൾ രാവിലെ 10 മണിക്ക് പിശാച് ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നു. അത് വന്നതിന് ശേഷം സ്വസ്ഥത മുഴുവൻ പോയി. ഹലോ,
സത്യമാ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മനസമാധാനത്തോടിരുന്നപ്പം, സന്തോഷത്തോടിരുന്നപ്പം നിങ്ങളെ ഫ്രസ്ട്രേറ്റഡ് ആക്കിയത്, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തി, നിങ്ങളുടെ മനസ്സിനെ തകർത്തത് കൊമ്പും വാലും ഒക്കെ വെച്ച് വന്നൊരു സാധനമാണോ, സാരി ഉടുത്തോണ്ട് വന്നൊരു സാധനമാണോ എന്ന് പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്പിരിറ്റ്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുന്നു. പറഞ്ഞ്, പിശാചിന് സ്വന്തമായ ഒരു ശരീരമില്ല. എന്നാൽ പിശാചിന് പാപം കാണാൻ ചില കണ്ണുകൾ വേണം. അവന് പാപം കണ്ട്, പ്രൊണോഗ്രാഫി കണ്ട്, തിന്മകൾ കണ്ട്, മ്ലേച്ഛത കണ്ട് രസിക്കുന്നത് അവന് ഇഷ്ടമാണ്. അവനത് സൂഹിക്കണം. അവന് ചില കണ്ണുകൾ വേണം. അവന് സ്വന്തമായിട്ട് കണ്ണില്ല. അതിനു വേണ്ടിയാണ് അവൻ ചിലരുടെ കണ്ണുകൾ എടുക്കുന്നത്. പിശാചിന് ചിലത് കേൾക്കാൻ, വൃത്തികേട് കേൾക്കാൻ ചെവി വേണം. അവന് സ്വന്തമായിട്ട് ചെവിയില്ല. യേശു പറഞ്ഞു, സാത്താന് ഭൂതത്തിന് ശരീരമില്ലല്ലോ. അവന് ചെവിയില്ല. അവന് പാപം കേൾക്കാൻ ചില ചെവികൾ വേണം. അതിനുവേണ്ടി അവൻ ചിലവരെ കയ്യിലെടുക്കുന്നു. പിശാചിന് വഴക്കുണ്ടാക്കാൻ ചില നാവുകൾ വേണം. അതിനവൻ ചിലരെ കയ്യിലെടുക്കുന്നു. ഇതുപോലെ തന്നെയാ യേശുവിനും ദൈവത്തിനും. ഗോഡ് ഈസ് സ്പിരിറ്റ്. അവനും ആത്മാവാ. അവന് സൗഖ്യമാക്കാൻ ചില കൈകൾ വേണം. അവന് വിടുവിക്കാൻ ചില നാവുകൾ വേണം. വാ. അവന് ചില വീടുകളിലേക്ക് കയറിപ്പോകാൻ ചില കാലുകൾ വേണം. അവന് ചിലരെ ബന്ധനത്തിൽ നഴിക്കാൻ ശക്തന്മാരായ ശബ്ദമുള്ള ചിലരെ വേണം. ഹല്ലേലൂയ. നിന്റെ കണ്ണ് നീ ആർക്ക് കൊടുക്കും? ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കൊടുക്കുമോ? മ്ലേച്ഛത കാണാൻ സാത്താന് കൊടുക്കുമോ? നിന്റെ കാതുകൾ പാപവും മ്ലേച്ഛതയും വൃത്തികേട് കേൾക്കാൻ പിശാചിന് കേട്ട് സുഖിക്കാൻ കൊടുക്കുമോ? അതോ നിന്റെ കാതുകൾ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ പരിശുദ്ധാത്മാവിന് കൊടുക്കുമോ? ഞാൻ പിശാചിനെ സന്തോഷിപ്പിക്കാനാകത്തില്ല. ഞാൻ സാത്താനെ സന്തോഷിപ്പിക്കുന്നവനാകത്തില്ല. എൻ്റെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കാതെ നീതിയുടെ ആയുധങ്ങളായി ഞാൻ സമർപ്പിക്കും.